ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസത്തെ മെയിൻ്റനൻസിന് ശേഷം ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഈ ഒരു പാക്കിൽ നിന്നും ആരെ സൈൻ ചെയ്യണം എന്നുള്ളത്. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ മെയിൻ്റനൻസിന് ശേഷം നമുക്ക് ഗെയിമിൽ അവൈലബിൾ ആയിട്ടുള്ള നാഷണൽ ടീംസിൻ്റെ ഒരു ഷോർട്ട് ടൈം പാക്സ് ആണ്. ആകെ 5ഓളം പ്ലേയേഴ്സ് ആണുള്ളത്. 5 പ്ലേയേഴ്സിൻ്റെയും ഷോർട്ട് ടൈം കാർഡാണ് ഗെയിമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ 5 പേർക്കും സ്പെഷ്യൽ സ്കില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു പ്ലെയറെ നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് വെച്ചിട്ട് സൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ ആരെ സൈൻ ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളത്. സോ നമ്മളിന്ന് ഇതിനൊരു ക്ലാരിറ്റിയാണ് വരുത്താൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ എപ്പിക് പാക്കിൻ്റെ ഒരു പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ പറഞ്ഞ പ്രകാരം ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് എപ്പിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ലാമിൻ്റെയും അതുപോലെ തന്നെ ഡാനിയലിൻ്റെ കാർഡൊക്കെ ഒരു 100-200 കോയിൻ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. സോ ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇനിയും ഇതുപോലുള്ള പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത് മെയിനായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരുടെ നമ്മൾ സ്റ്റോറി ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോബബിലിറ്റി അപ്ഡേറ്റ് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ മിസ് ചെയ്യാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ കമൻറ്റിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലും ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്തേക്കാം. സോ നമുക്ക് ഈ ഒരു പാക്കിൽ 5ഓളം പ്ലേയേഴ്സ് ഏതൊക്കെ പ്ലേയിങ് സ്റ്റൈലും നോക്കാം. ഇതിൽ നമ്മുടെ കുളമാണി എന്ന് പറയുന്ന ഒരു CF കാർഡ് ഗോൾഡ് പോച്ചറാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ബറേസിയുടെ ഒരു CB കാർഡാണ്. ഇത് ബിൽഡപ്പ് കാർഡാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഞാബ്രിയ തോന്നുന്നു. ഞാബ്രിയുടെ ഒരു കാർഡ് എന്ന് പറയുന്നത് ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ്. നമുക്ക് RMF-ലും അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിലും കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ അമ്രബാദ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ്. ഇത് ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു ഹീചാൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ്. ആളൊരു ഡമ്മി റണ്ണറാണ്. ഇതിൽ ആരെ സൈൻ ചെയ്യണം എന്നുള്ളത് നോക്കുന്നതിനേക്കാൾ ഉപരി ആരെ സൈൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇതിൽ മെയിനായിട്ട് എനിക്ക് സൈൻ ചെയ്യാൻ പാടില്ല എന്ന് തോന്നിയത് ഈ ഒരു കാർഡാണ്. CF കാർഡാണ്. ഡമ്മി റണ്ണർ എന്ന് പറയുന്നൊരു പ്ലേയിങ് സ്റ്റൈൽ എല്ലാവർക്കും ഒന്നും ട്രിഗർ ആവില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നും കളിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഫോം നോക്കുവാണെങ്കിലും സ്റ്റാൻഡേർഡ് ആണ്. ഈ ഒരു പ്ലെയർക്ക് എത്രത്തോളം ഫോമും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കിട്ടും എന്നുള്ളതും വലിയ ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. സോ ഈ ഒരു കാർഡാണ് ഞാൻ മെയിനായിട്ട് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു കാർഡ് നോക്കുവാണെങ്കിൽ നമ്മുടെ അമ്രബാദിൻ്റെ ഈ ഒരു കാർഡാണ്. ആളൊരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ്. ഈ ഒരു കാർഡിന് അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫോം നോക്കുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഡെയിലി ഗെയിമിൽ നിന്ന് നമുക്ക് ഈ ഒരു കാർഡൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ആളും ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ്. ആ ഒരു കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാർഡ് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ഹൈലൈറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഷോർട്ട് ടൈം കാർഡൊക്കെ ഗെയിമിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ ഒരു കാർഡും എടുക്കാൻ ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ആകെ ബാക്കിയുള്ളത് 3ഓളം കാർഡാണ്. അതിൽ ഒരു CF കാർഡുണ്ട്, ഒരു CB കാർഡുണ്ട്, ഒരു RMF കാർഡുണ്ട്. ഇതിൽ മെയിനായിട്ടും ആരെ നിങ്ങൾ സൈൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 3 കാർഡ് നിങ്ങൾ സൈൻ ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ല. കാരണം നമ്മുടെ കുളമാണിയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഗോൾഡ് പോച്ചറാണ്. അത്യാവശ്യം ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോം നോക്കുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ്. എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സ്ക്വാഡിൽ ഒരു CF കാർഡ് അല്ലെങ്കിൽ ഗോൾഡ് പോച്ചറിൻ്റെ ഒരു നല്ലൊരു കാർഡും കാര്യങ്ങളൊന്നും ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡൊന്നും നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് കുളമാണിയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു CB കാർഡാണ്. CBയിൽ നമുക്ക് മെയിനായിട്ടും ഫ്രീ ആയിട്ട് ഒരു ബിൽഡപ്പ് കാർഡൊന്നും അവൈലബിൾ അല്ല. നമുക്ക് ഡെയിലി ഗെയിമിൽ നിന്ന് കിട്ടുന്ന ഒരു CB കാർഡ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രോയർ ആണ്. അതുപോലെ തന്നെ കൊണാമി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പല CB കാർഡും ഡിസ്ട്രോയർ കാർഡുകൾ മാത്രമാണ്. സോ ബിൽഡപ്പ് കാർഡുകൾ എന്ന് പറയുന്നത് ഗെയിമിൽ റയർ ആണ്. അതും തന്നെ ഫ്രീ ആയിട്ടൊരു ബിൽഡപ്പ് കാർഡ് തരിക എന്നുള്ളത് കൊണാമിയുടെ കേസിൽ പറഞ്ഞാൽ വളരെയധികം റയർ തന്നെയാണ്. ഫോമിൻ്റെ കാര്യം എടുത്താലും ഇവിടെ അൺവേവറിംഗ് ആണ്. അത്യാവശ്യം നല്ല ഫോമും കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ബൂസ്റ്റർ ആണ്. ഒരു സ്പെഷ്യൽ സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോർട്രസ് എന്ന് പറയുന്ന ഒരു സ്കില്ല് വരുന്നുണ്ട്. സോ ഗെയിമിൽ തന്നെ വളരെയധികം OP ആയിട്ട് കിടക്കുന്ന ഒരു സ്കില്ല് തന്നെയാണ് ഫോർട്രസ്. സോ മസ്റ്റായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന നിങ്ങളുടെ കയ്യിൽ മറ്റുള്ള ഒരു ബിൽഡപ്പ് കാർഡ് അല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള എപ്പിക്കോ അല്ലെങ്കിൽ ഷോർട്ട് ടൈമോ ബിൽഡപ്പ് കാർഡുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെയാലും പരിഗണിക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഈ പറയുന്ന ബസ്റ്റോണിയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ റൈറ്റ് മിഡിൽ കളിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വിങ്ങിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ആളൊരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ്. നാബ്രിയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഡ്രിബിളിങ്ങും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റണ്ണും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാർഡ് തന്നെയാണ്. ഫോം നോക്കുവാണെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് പ്ലെയർ ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ വിങ്ങിലൂടെ കളിച്ച് അത്യാവശ്യം ക്രോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ CF കാർഡിൽ അത്യാവശ്യം ഹെഡിങ് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി വരുന്ന പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പരിഗണിക്കുക. അതുപോലെ തന്നെ മുന്നേ പറഞ്ഞ ഈ ഒരു CFലും അതുപോലെ തന്നെ CBയിലും നിങ്ങൾക്ക് മറ്റുള്ള ഒരുപാട് നല്ല കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും മാത്രമേ നിങ്ങൾ ഈ ഒരു കാർഡിലേക്ക് പോകേണ്ടതുള്ളൂ. കാരണം അത്യാവശ്യം ഫോമും കാര്യങ്ങളൊന്നും ഗെയിമിൽ കിട്ടാത്ത ഒരു പ്ലെയർ ആയിരിക്കും ഈ പറയുന്ന നാബ്രി എന്ന് പറയുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കുളമണിയുടെ ഈ ഒരു കാർഡും
അതുപോലെ തന്നെ നമ്മുടെ CBയിൽ കളിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ ബെസ്റ്റോണിയുടെ ഈ ഒരു ബിൽഡപ്പ് കാർഡുമാണ് ഞാൻ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷനായിട്ട് മാത്രമേ ഈ ഒരു പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മൂന്നാമത്തെ പ്ലേയേഴ്സിലേക്ക് പോകേണ്ടതുള്ളൂ. ബാക്കിയുള്ള 2 കാർഡുകൾ ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത്. ഇതിൽ പേഴ്സണലി ഞാൻ ആരെ സൈൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം CFലൊക്കെ നല്ല കാർഡുകളൊക്കെ ഉണ്ട്. മെയിനായിട്ട് എനിക്ക് ബിൽഡപ്പിലാണ് കാർഡുകളൊക്കെ കുറവ്. ട്രൈ കാർഡിൻ്റെ ഒരു CB കാർഡ് അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് കാർഡ് മാത്രമാണ് എൻ്റെ കയ്യിൽ ഡബിൾ ബൂസ്റ്റർ ആയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല ഫോമും കാര്യങ്ങളൊക്കെ വരുന്ന സ്കില്ല് നോക്കുകയാണെങ്കിൽ ഫോർട്രസ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് 1 ടച്ച് പാസ്, അതുപോലെ തന്നെ വെയിറ്റഡ് പാസ്, അതുപോലുള്ള പാസിംഗ് സ്കില്ലും അതുപോലെ തന്നെ ഡിഫൻസീവ് ആയിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോർട്രസിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട്. സോ ഞാൻ മെയിനായിട്ടും ഈ ഒരു ബെസ്റ്റോണിയുടെ ഈ ഒരു കാർഡാണ് ഞാൻ മെയിനായിട്ട് സൈൻ ചെയ്യാൻ പോകുന്നത്. എന്ത് കഴിഞ്ഞാലും സൈൻ ചെയ്തതിന് ശേഷം ഒരു റിവ്യൂവും കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ആരെയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മെയിനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷവും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സെലക്ഷൻ കോൺട്രാക്ട് കിട്ടിയാലും പെട്ടെന്ന് തന്നെ സൈൻ ചെയ്യാതെ അത്യാവശ്യം റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ സൈൻ ചെയ്യുക. കാരണം നിങ്ങളൊരു അക്കൗണ്ട് ബിൽഡ് ചെയ്ത് വരികയാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കാർഡുകളൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഇതുപോലുള്ള കാർഡുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പാക്കുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലെയറെ മാത്രം സൈൻ ചെയ്യുക. നമുക്ക് കൊണാമി ഏതൊക്കെ കാർഡുകൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുക. സോ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.